രണ്ടാമത്തെ കാര്യം ധനപരമായ കാര്യം ആവശ്യപ്പെട്ടത് അവർക്കൊരു റിട്ടയർമെൻറ്റ് ആനുകൂല്യം. ഇത് ഇന്നോ ഇന്നലെയോ കുറേ മാസങ്ങളിലുള്ള വിഷയമല്ല, കുറേ വർഷങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വളരെ സ്ട്രക്ചേർഡായിട്ട് ആശാമാരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നതിനാണ് ശ്രമിച്ചത്. അതിലൊരു കാര്യം, ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹമായിട്ടുള്ള ആശമാർക്ക് അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ ഞാൻ ഒരു 2 വർഷം മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഇതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാര്യം ഈ ഏജാണ്. അവർ പിരിഞ്ഞു പോകേണ്ട ഒരു പ്രായം സംബന്ധിച്ച് ഒരു കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം വന്നു. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 62 വയസ്സ് എന്നുള്ളൊരു ഉത്തരവ് NHM ഇറക്കുകയുണ്ടായി. അന്ന് ആശമാർ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാനത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. ആ ഉത്തരവ് ഫ്രീസ് ചെയ്തിട്ട് ഇത് മുഴുവനായി പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനിച്ചു. ഫ്രീസ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം ഇപ്പം കാസർഗോഡോ മറ്റോ ഒരാശയോ 62 വയസ്സുള്ള ഒരാൾ പിരിഞ്ഞു പോകാൻ അവിടെ നിർബന്ധം പിടിച്ചു എന്ന് ആശമാർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ അവിടെ ഇടപെട്ടുകൊണ്ട് അത് തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നത് വരെ അത് ചെയ്യേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ ഉത്തരവ് ഓൾറെഡി ഫ്രീസ്ഡാണ്. അപ്പോൾ അത് 62 എന്നുള്ളത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. ഈ 2 വിഷയങ്ങളും, അപ്പോൾ ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ ആശമാർക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ കമ്മിറ്റി, അന്ന് ഒരു ഉത്തരവ് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനൊരു എന്താണ് റെക്കമെൻഡേഷൻ എന്നുള്ളത് തരാൻ പറഞ്ഞത്. അവരുടെ റിപ്പോർട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ലഭിക്കും. അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാര്യം ഈ ധനപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആശമാരോട് പറഞ്ഞു അത് ധനവകുപ്പുമായിട്ട് കൂടി നമുക്ക് ചർച്ച ചെയ്യാൻ, ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രിയോട് ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൂടി പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ നിയമസഭ നടക്കുമ്പോൾ ആശമാർ എന്നെ വന്ന് കണ്ടിരുന്നു, ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാന്യനായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ SMDയോട് ഇവരുമായിട്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞു. ഇന്നലെയുടെ തലേന്ന് SMD അവരുമായി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അതിനെന്താ, അവർ വരട്ടെ, ഞാൻ അവരെ കാണാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇന്നലെ അവരെ കണ്ടത്. ഇതാണ് ചർച്ചയിലുള്ള കാര്യം. ഈ ഉന്നയിക്കപ്പെട്ട 2 വിഷയങ്ങളും, ഇപ്പോൾ ഞാൻ ഓണറേറിയം സംബന്ധിച്ചും അതിലൊരു എത്രയും കൂട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, അതുകൊണ്ട് കൂട്ടിക്കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. മറ്റിപ്പോൾ കർണാടക കൊടുക്കുന്നത് 5000 രൂപയാണ്, മറ്റു പല സംസ്ഥാനങ്ങളും 5000 കൊടുക്കുന്നവരുണ്ട്, 6000 കൊടുക്കുന്നവരുണ്ട്. പക്ഷേ കേരളമാണ് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നത്. ഈ ഓണറേറിയം പ്ലസ് ഇൻസെൻറ്റീവ്, കേന്ദ്രം കൊടുക്കുന്ന ഇൻസെൻറ്റീവ്, അതുകൂടാതെ പല സ്കീമുകളിലൊക്കെ പെടുന്ന അങ്ങനെയാണ് ആശമാർക്ക് വേതനം ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ധനപരമായിട്ടുള്ള 2 വിഷയങ്ങളും അത് ധനവകുപ്പുമായി ചർച്ച ചെയ്ത്, ധനമന്ത്രിയുമായി ചർച്ച ചെയ്ത് അത് എന്താണ് എന്നുള്ളത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ഈ 2 വിഷയം. ബാക്കി പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഞാൻ പറഞ്ഞല്ലോ, മാനദണ്ഡം സംബന്ധിച്ച കാര്യം പറഞ്ഞു. അത് കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് വരട്ടെ, ആശമാർക്ക് അനുകൂലമായ തീരുമാനം എടുക്കും. അത് 7-ാം തീയതി തന്നെ. അതുകൊണ്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. പിന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അവരെ അമിതമായിട്ട് ബർഡൻ ചെയ്യിപ്പിക്കരുത് എന്നുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൈഡ് ലൈൻ പൊതുവെ ഇഷ്യൂ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓരോ ആരോഗ്യ പ്രവർത്തകരും ഫീൽഡിൽ പോകേണ്ടവർ, സൂപ്പർവൈസ് ചെയ്യേണ്ടവർ, ഏതൊക്കെ ജോലി ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച്, എന്തൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് സംബന്ധിച്ച് അതിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അത് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സർക്കാരിന് ഉള്ളത്. അതിൽ പരമാവധി സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം സ്റ്റേറ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്റ്റേറ്റ്സുമായി താരതമ്യം ചെയ്താലും നമ്മൾ ഏറ്റവും നല്ല നിലയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഇനിയും മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയും പ്രാധാന്യം ആശമാർക്കുണ്ട്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുമാണ് ഉള്ളത്. അങ്ങനൊരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിലില്ല. അല്ല, അങ്ങനെ ഒരു പരാതി എൻ്റെ ശ്രദ്ധയിലില്ല.